ഇന്ന് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 68ാം ചരമവാർഷികം. ജാതി വിവേചനം എന്ന നീതി നിഷേധത്തെ ഇന്ത്യയുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് തുരത്താനായി പോരാടിയ അംബേദ്കറുടെ ചരമവാർഷികം സമത്വത്തിന് പ്രാധാന്യം ഉയർത്തിക്കാട്ടി മഹാപരിനിർവാൺ ദിനമായാണ് രാജ്യം ആചരിക്കുന്നത്. രാജ്യം കണ്ട അതുല്യ പ്രതിഭകളിലൊരാൾ ഡോക്ടർ ഭീംറാവു അംബേദ്കർ എന്ന ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നതിലുപരി സാമൂഹിക പരിഷ്കർത്താവ്, നിയമജ്ഞൻ, സാമ്പത്തിക വിദഗ്ധൻ എന്നീ മേഖലകളിൽ മികവ് പുലർത്തിയ വ്യക്തി. 1891 ഏപ്രിൽ 14 മഹാരാഷ്ട്രയിലെ അംബവാടിയിൽ മഹർ എന്ന ദലിത് സമുദായത്തിലായിരുന്നു അംബേദ്കറിന്റെ ജനനം. ദലിത് സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ അന്നത്തെ ഇന്ത്യൻ ജാതി വിവേചനത്തിന്റെ ദുരിതങ്ങൾ നന്നായി ഏറ്റുവാങ്ങി പൊരുതി മുന്നോട്ടു പോയ ജീവിതമായിരുന്നു അംബേദ്കറിന്റേത്. ജാതി വിവേചനത്തിനെതിരെ ഇന്ത്യയിൽ മുഴങ്ങിയ ഏറ്റവും ദൃഢമായ ശബ്ദവും അംബേദ്കറിന്റേതായിരുന്നു. പിതാവിന്റെ മരണശേഷം ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി ന്യൂയോർക്കിലേക്ക് പോയ അദ്ദേഹം വിദേശത്ത് പഠനം പൂർത്തിയാക്കി സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യ ഇന്ത്യക്കാരനെന്ന ഖ്യാതിയോടെയാണ് മടങ്ങിയെത്തിയത്. പിന്നോക്ക ജാതിയിൽപ്പെട്ട ആദ്യത്തെ അഭിഭാഷകനായിരുന്നു അദ്ദേഹം. ഞാൻ ഹിന്ദുവായാണ് ജനിച്ചത്, പക്ഷേ ഹിന്ദുവായി മരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം 1956 2 ലക്ഷം ദളിതരോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചു. ജാതി വ്യവസ്ഥ സംബന്ധിച്ച നിലപാടുകളുടെ പേരിൽ അംബേദ്കർ മഹാത്മാഗാന്ധിയോട് പോലും കലഹിച്ചു. ദളിതരുടെ ഉന്നമനത്തിനായി 1924 ബഹിഷ്കൃത് ഹിതകാരുണ്യ സഭയും 1942 ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനും രൂപീകരിച്ചു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം സ്വതന്ത്ര ഭരണഘടന എഴുതാൻ രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ അംബേദ്കർ ആയിരുന്നു. 1956 ഡിസംബർ 6 അദ്ദേഹത്തിന്റെ മരണം. ഇന്ത്യൻ ജനതയ്ക്കായി നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകൾ കണക്കിലെടുത്ത് മരണാനന്തരം 1990 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. അംബേദ്കറുടെ ചരമദിനമായ ഡിസംബർ 6 അംബേദ്കർ മഹാപരിനിർവാൺ ദിനമായാണ് രാജ്യം ആചരിക്കുന്നത്. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ മുംബൈയിലെ ശിവാജി പാർക്കിൽ എല്ലാ വർഷവും നിരവധി ആളുകളാണ് എത്തുക. മുംബൈ സബർബൻ ജില്ലയിലും സർക്കാർ, അർദ്ധ സർക്കാർ ഓഫീസുകൾക്ക് മഹാരാഷ്ട്ര സർക്കാർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 14 അധിക ട്രെയിനുകളും റെയിൽവേ സജ്ജീകരിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.